മനസ്സിലാവില്ലേ? ഇല്ലടാ, മനസ്സിലാവില്ല. ആപറ നിനക്ക് എന്തിന്റെ സൂക്കേട ചെക്ക? സ്കൂളിൽ പോയിട്ട് പ്രായത്തിൽ ഓരോ കുരുത്തക്കേട് കാണിക്കുന്നത്. ജിൻസി അത് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചേ. വർക്കിപ്പഴാ വന്നത്? വരണ വഴിയാ. അടങ്ങിക്കട ചെക്ക. അവര് ചന്തിക്കിട്ടൊരു കുത്തുകൂടെ കൂടെ. ആശാനെ, നീ ഇന്ന് ഇറങ്ങാവെന്ന് കീരി പറഞ്ഞിരുന്നു. എങ്ങനെയുണ്ടോ മക്കളെ കാര്യങ്ങള്? ഒരു മാറ്റൂല ആശാനെ, നമ്മളെ പഴയ പോലെയൊക്കെ തന്നെയാണ്. അല്ല, ആശാന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ, വല്ല മെച്ചമുണ്ടാ? മെച്ചമുള്ള കോള് വന്നോണ്ടല്ലേ ആശാൻ നിന്നെ വിളിക്കണത്. എന്നതാ ആശാനെ, വല്ല വണ്ടി പിടുത്തം വല്ലതുമാണാ? എടാ, ഒരു കുഞ്ഞു കേസ്, ഒരു പെങ്കൊച്ചിനെ പൊക്കണം. എന്തൊന്നും ആശാനിത്? ഞാൻ ഈ പെണ്ണ് കേസൊന്നും എടുക്കൂലെന്ന് ആശാൻ അറിയാൻ പാടില്ലേ? എടാ, എന്റെ കാര്യം പിന്നെ ഞാൻ ആരോട് പറയാനാ? നിവർന്ന് നിൽക്കാൻ പറ്റുന്ന കണ്ടീഷനാണെങ്കിൽ ഞാനിതൊക്കെ ചെയ്യില്ലേ? ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു പോയടാ. കീരിയെ കൊണ്ട് കൂട്ടിയ കൂടില്ല. ഇതുകൂടി നീ എനിക്കൊന്ന് ചെയ്തതാ. ഇത് അവസാനത്തെ കേട്ടാ. നിനക്ക് വാട്സപ്പ് ഒക്കെ ഉണ്ടാ? ആ, പെങ്കൊച്ചിന്റെ ഫോട്ടോ നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. സംഗതി സീക്രട്ട് ആയിരിക്കണം. കീരിയോട് പോലും ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ഇതെന്താ ആശാനെ? ആശാന്റെ വല്ല സെറ്റപ്പാണോ? ആശാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. അനുസരണശീലം ഈടായിട്ട് മറക്കുന്നു നീ അല്ലേ? നീ ആദ്യം അവനെ പൊക്കിയിട്ട് വിളിക്ക്, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആശാനെ, അതെ ആശാനെ. ഓ ആശാനെ, കല്യാണം നാളെ ചിരിയേറും മെല്ലെ പെണ്ണിനുള്ളിൽ മന്ദാരം പോലെ മുഖിനാണത്തോടെ ചേരുന്നുണ്ട്. ഇനി രാവിൻ കൊമ്പിൽ പൂത്താലം തേടും, മിടിയേതോ കോണിൽ ചിരകാലം തേടും. പടിവാതിൽ നെഞ്ചിൽ പയ്യെ അഴിഞ്ഞീങ്ങണ നേരം മെയ്യിൽ കുളിരെന്തിനു വന്നെത്തി മിണ്ടാതിന്ന്. പലകാതിൽ നിന്നും മെല്ലെ മൊഴി നീളണ നേരം ചുണ്ടിൽ ചിരിയെന്തിനു പാഞ്ഞെത്തി പറയാതിന്ന്. കനവു നിറയെ പൊന്നാമ്പൽ തേരിൽ പൂവും തേടി പോകാൻ നാളെ വെൺമതിലേക്ക് നിന്റെ മാംഗല്യമായി വന്നെത്തും. പുതുമിന്നും കൊണ്ട് മാറൻ മെല്ലെ നാളത്തെ നിന്മയിൽ നിന്നെ ചാർത്തിക്കുവാൻ പൂമുത്തെ നിൻ കയ്യിൽ പൊന്ന് ചൂടിക്കുവാൻ.
മുന്നിൽ വിഴിയോരോന്നോരോന്നായി വരവേൽക്കാൻ ഇന്ന് രാവെത്തും നേരത്തും താരങ്ങൾ പോലെ അരികിലണയും അരികിലിന ചേരുമ്പോൾ പെണ്ണെ നിന്നിൽ വാസന്തമായി മൊഴിയാതെ നീ അവനിൽ മെല്ലെ ചേരേ ചിറകുകുടയാതെ നീ അവനിൽ ചൂടും തേടി പലതുമറിയേ കഥകൾ പറയേ നിലവുകളിൽ നാണം തൂവും മതിലേക്ക് നിന്റെ മാംഗല്യമായി വന്നെത്തും പുതുമിന്നും കൊണ്ട് മാറല്ലേ നാളത്തെ നിന്നെയിൽ നിന്നെ ചാത്തിക്കുവാൻ പൂമുത്തേ നീ കയ്യിൽ പഞ്ഞു ചൂടിക്കുവാൻ നിന്റെ മാംഗല്യമായി വന്നെത്തും പുതുമിന്നും കൊണ്ട് മാറും മെല്ലെ നാളത്തെ നിന്നെയിൽ നിന്നെ ചാത്തിക്കുവാൻ പൂമുത്തേ നിൻ കയ്യിൽ പൊന്ന് ചേട്ടായി അവിടെ എന്തായിരുന്നു ഫുഡ്? അത് അവളോട് ചോദിച്ചറിയാടാ. എന്റെ ഊഹം ശരിയാണെങ്കിലേ പുലാവും ചിക്കൻ കറിയും ബീഫ് ഒലത്തിയതും എന്താ മാധ്യസ്ഥ പിള്ളേരോട്ട് ഇങ്ങനെ കട്ടയ്ക്ക് എടാ പിള്ളേരെ നന്നായിട്ട് അടിക്കേ പിള്ളേർക്കെല്ലാം ഒഴിച്ചു കൊടുക്ക ഇവിടെ ഒരെണ്ണം ഒഴിച്ചു കൊടുക്ക ആ ഫിലിപ്പോസെ പിന്നെ കല്യാണമൊക്കെ നടന്നോട്ടെ പിന്നെ നമ്മുടെ പാരീഷാറിന്റെ പണി നടക്കാം ഒരു ഇച്ചിരി കമ്പി സിമെന്റും നീ എന്താ ഈ പെണ്ണുങ്ങളെ എടുത്തിരുന്ന് കുറഞ്ഞോണ്ടിരിക്കണം അല്ല ഞാൻ എടുത്തിട്ട് പോ ഒരു പാഴ് സാധനമാണ് എന്താ കാലെ കൊണ്ടേ പിതാവേ നോക്കിയേ കൊല്ലച്ചു മഞ്ഞ പിടിക്കാൻ ഇവനാരാ കർത്താവോ സമാട്ടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കല്യാണം വീട്ടി വന്നിരുന്നത് നീ തിന്നുന്നത് ഇങ്ങനെ തെറിപ്പിച്ചാണോ എന്റെ പിതാവേ സോറി പിതാവേ കഴിക്കാൻ പറ്റിയായിരുന്നു എന്താടാ നിന്റെ പണി? ഇല്ല സാറേ, രാത്രി എന്താടാ കടയ്ക്ക് ഏത് കടയിലെ? ഇവിടെ അടുത്താണ്. അടുത്തെന്താടാ? ഞാൻ വീട് ഇവിടെ അടുത്താണ്. എടോ ഇയാളാണോ ബംഗാളിയുടെ കൂടെ വന്നേ? അതെ സാറേ. ഇല്ല സാറേ, ഞാനല്ല. നിന്നെ കുറെ നാളായി നോക്കണേ. വീട് ഇവിടെ അടുത്താണ്. എവിടെ? ഇതാ ഇവിടെ ഈ തിരുവില്. നിന്റെ ലൈസൻസ് എവിടെ? സാറേ ലൈസൻസ് ഹെൽമെറ്റ് എവിടെടാ? സാറേ അത് അയ്യോ ചേട്ടായി കിറക്കന്മാര് നമ്മള് കിഡ്നാപ്പേഴ്സ് ആണെന്ന് മനസ്സിലാവോ? നിർത്തണ്ട ഊതിയടാ എടാ ശരിക്കൊന്ന് ഊതിയടാ. എവിടെ പോയതാടാ? ഞാൻ അമ്മാവൻ്റെ മോളുടെ കല്യാണമാണ് സാറ് നാളെ. അപ്പം അവിടെ പോയിട്ട് വരണാണ്. പൊക്കോട്ടെ. ഒന്ന് നോക്കട്ടാ, നീ സീറ്റ് ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ല. അംബാസഡറിന് എന്ത് സീറ്റ് ബെൽറ്റ് സാറേ? ചുമ്മാ ചൊറിയില്ല സാറേ, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ. നീ ഒരു പണി, അവിടെ സാറ് നിൽപ്പുണ്ട്. സാറിനെ കണ്ടിട്ടേ ആ ബുക്കും പേപ്പറും എല്ലാം കൊടുത്ത് കാണിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയാൽ മതി.
സാറാ? പൈസ ഉണ്ടോ കയ്യില്? ഇല്ല സാറേ, എൻ്റെ വീട് ഇവിടെ അതിന് സാറേ, നീ എപ്പോ ഇറങ്ങിടാ? ഞാനിന്ന് രാവിലെ ഇറങ്ങിയുള്ളൂ. ആഹാ, അതെ സാറേ, അമ്മാവന്റെ മോളുടെ കല്യാണമാണ് നാളെ. ഞാൻ പൊക്കോട്ടെ? ആ പോയിക്കോ പോയിക്കോ. ശരി സാറേ. പൊക്കോട്ടെ സാറേ. എന്താടാ? സാർ. ഇല്ല സാർ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഒന്ന് പറ സാറേ. കാശില്ല അവരോ. സാറേ 2000 പൈസ കൊടുത്തിട്ട് പോയിക്കോ. സാറേ പിന്നെ തന്നാ സാറേ. മതിയോ? ഏതാ സാറേ അവൻ? അത് വർക്കി. നമ്മൾ യൂണിഫോം ഇട്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യം നമുക്ക് വേണ്ടി ഇവനാണ് ചെയ്യുന്നത്. CI ഷാജൻ വർഗീസ് ഇല്ലേ, അയാൾക്ക് വേണ്ടിട്ട് ഒരുത്തന്റെ കാല് തല്ലി കണ്ടിച്ചിട്ട് ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സാറേ ഇവനെന്താ ചെയ്യണ്ടേ? ഇവന് ലൈസൻസ് ഇല്ല, ഓവർലോഡ്. എന്താടാ നോക്കണേ? പോയിക്കോട്ടെ. ഡോറെടുക്കടാ. വെള്ളം കൊടുക്ക. വെള്ളം വേണോ? ആ കുടിച്ചോ. ചേച്ചി പേടിക്കണ്ട, ചേട്ടൻ ഒരു പാവാ. ഡാ വേണ്ടെങ്കി വേണ്ട, എനിക്കൊന്ന് കോപ്പാണ്. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പാ ഇന്നത്തെ തെറി വണ്ടിയോ? എന്താ ചേട്ടേ? ഏയ് എടുക്കുന്നില്ലേ? നിക്ക്. ഞാൻ പറയാം. ഒച്ച വെച്ച് ഇവിടെ കൂടുതൽ ഷോയെങ്ങാൻ കാണിച്ച പടാ. അതെ, അവന് വട്ട. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. വേണ്ടേ ഒട്ടക്കി ഞാൻ. കൊണ്ടോറും വർക്കൊന്നും ചെയ്യുന്നില്ല. സാറി പബ്ജി ഒന്നും കളിക്കാറില്ലേ? ഇവിടെ പെണ്ണുമ്പുള്ള ഡെലിവറിക്ക് പോയ പിന്നെ പബ്ജി എന്നല്ല ഒരു കളി കളിക്കാറില്ലെന്ന്. ഈവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ?
അമ്മാവൻ്റെ മോളുടെ കല്യാണം സാറേ. അവർക്ക് ഒരുപാട് പണിയുണ്ടാവും. അതാ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ നല്ല മുരുമുരാന്നിരിക്കണം. ഇത് പോരാ പോരാ, നല്ലോണം മൊരിയണം കേട്ടാ, നല്ലോണം മൊരിയണം. കൊച്ചിനെ കാണാനില്ല. ആരുടെ കൊച്ചിനേടി? മേബിളിനെ എവിടെ ഇങ്ങ കാണുന്നില്ല ഇച്ചായ. എന്നതാടാ? കൊച്ചിനെ കാണാനില്ല ഇച്ചായ. കൊച്ചിനെ കാണുന്നില്ല? നീ എന്നതാടി പറയുന്നത്? ഞങ്ങൾ എല്ലായിടത്തും നോക്കി, കൊച്ചു മിസ്സിങ്ങാ. എടാ ജെവിനെ, മൈക്കിളെ, ഒന്നിങ്ങി വന്നേടാ. നാളെ നിന്റെ കൊച്ചിന്റെ മിന്നുകെട്ട. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച കുടുംബത്തിന്റെ മോനമാ. അച്ഛായ, നമുക്ക് അന്വേഷിക്കാം. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഒന്ന് പോയി നോക്കണം. നിങ്ങളത് വന്നേ. വാ. കക്കൂസിന്റെ അകത്ത് നോക്കിയായിരുന്നു. കക്കൂസോ? ഫുഡിന് വല്ല കുഴപ്പമുണ്ടോ? ചാച്ചാ, ഇത് വേറെന്തോ സീനാ. അല്ല അവിടെ പോവാനാ, ഇവിടെ എവിടെയെങ്കിലും കാണുവാ, നമുക്ക് പോയി നോക്കാം. നീ പോയി ടോർച്ച് എടുത്തിട്ട് വാ, നമുക്ക് നോക്കാം. ഇറങ്ങണം. നീ വന്നേ. തന്നെ ആൾക്കാരെ കൂടിയേക്കണേ. ചേട്ടായി, കോളനിയിൽ ആരാണ്ട് ഫീസ് അടിച്ചു പോയിട്ടാ. ആവോ, ഫ്യൂസ് അടിച്ചു പോകാനുള്ള കുറെ ഉണ്ടല്ലോ അവിടെ. അതിലേതെങ്കിലും ഒന്നെങ്കിൽ സദാചാരവാദി ഗോപി, അല്ലെങ്കിൽ അണ്ടി സുഖു. ഏത് ആ കപ്പലിൽ വെക്കുന്നത്? എന്നാലും ആരാണോ മരിച്ചത്? എനിക്ക് വേണം പാപ്പച്ചേന്റെ വീട്ടിലമ്മ മരിച്ചാന്ന് തോന്നുന്നു. പാപ്പിച്ചേട്ടനമ്മേ? എന്റെ ദൈവമേ, നോക്കിയടാ ആശാൻ. പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നല്ലേ. എനിക്ക് വയ്യ. ചിരിക്കണ മുഖം എനിക്ക് കാണാൻ വയ്യ. നീ വന്നോടാ, ആശാന്റെ കിടപ്പ് കണ്ടോടാ നീ. പോണ നേരത്തെ ആശ നിന്റെ കാര്യമാണോ പറഞ്ഞോണ്ടിരുന്നത്? ആശ പോയടാ മക്കളെ, എനിക്കിത് സഹിക്കാൻ വയ്യ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? നാളെ കൊച്ചിന്റെ മിന്നുകെട്ട പോത്തന്മാരിങ്ങനെ മാറിയിട്ടില്ല. കർത്താവിൻ്റെ കുഞ്ഞാണ് ഇവിടെ തിരിച്ചെത്തിക്കോളൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവവചനവും ആരാ ശല്യം ചെയ്യുന്നത്? എനിക്കൊരു സംശയം. ബാക്കിയുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് നാളെ രാവിലെ അപ്പത്തിൻ്റെ ഒപ്പം കൊടുത്താലോ? കേടാവോ? കേടാവായിരിക്കും അല്ലേ? എണീറ്റ് പോടാ പൈലി. കേടാവായിരിക്കും. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു.
സോറി. എന്താ വെച്ചോ? നീ കുമ്പസാരിച്ചിട്ട് കുറെ കാലമായില്ലേ? ആ, കുറെ കാലമായി. നമുക്കിപ്പോ കുമ്പസാരിക്കുന്നതല്ല. ആണോ? പാപം ചെയ്തിട്ടും കുറെ നാളെ വെച്ചു, അതുകൊണ്ടാ. ഇവിടെ കീരി ആശാൻ നിന്റെ അടുത്ത് പ്രത്യേകിച്ച് വല്ലതും പറഞ്ഞിരുന്നു? എന്നോടൊരു വാക്ക് പറയാതെ ആശാൻ മരിക്കുന്നതിന് മുന്നേ നിന്നോട് എന്നിട്ടാണ് പറഞ്ഞിട്ട് ഞാൻ കണ്ട് അതെന്താ ആശം ചിരിച്ചോണ്ട് നടക്കണേ? ആ അടിപൊളിയാ. ചെല്ല നീ പോടാ മാക്രി. പറയട്ടെ ഇത് പണിയാവും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? ചേട്ടായി എന്താ അടുത്ത പരിപാടി? ആ ചേച്ചിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? എടാ ഈ ആശാൻ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്തിനാണ് ആ പെണ്ണിനെ പോക്കാൻ പറഞ്ഞത്? ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാം? എന്നിട്ട് അങ്ങേര് സുഖമായിട്ട് പെട്ടിയില്ലായി. കഷ്ടോട് നോക്കി ചേട്ടാ കയ്യോടെ കൊണ്ടേ ആ പെണ്ണ് തിരിച്ചായി കഴിഞ്ഞാണ്ടല്ല അതിന്റെ കല്യാണം മുടങ്ങത്തില്ല. എന്റെ എളിയ ബുദ്ധി തോന്നിയതാ. അതേ ഇപ്പൊ നടക്കുള്ളൂ. ചേട്ടായി നമുക്കൊരു അബദ്ധം പറ്റുന്നതാണോ? വിശ്വസിക്കാതിരിക്കും. തള്ളേനെ കൊന്നോന്തോ? കുപ്പിച്ചില് നോക്കിപ്പോ. ചേച്ചി വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഞങ്ങൾക്ക് ആള് മാറിയതാണെന്നാ തോന്നുന്നേ. ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാം. കല്യാണം ഒന്നും മുടങ്ങത്തില്ല കേട്ടോ. അച്ചായ എന്താടി? എന്താ വലുപ്പേ? അത് ഫുഡിന്റെ ബില്ലാണോ? പപ്പ മമ്മി ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ള ലൈഫല്ലേ ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. മതിയായപ്പോഴേക്കും പോത്താ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, പെൺമക്കളെ വളർത്തുമ്പോ പെട കൊടുത്ത് വളർത്തണം. നീ ലാളിച്ച് ഇല്ലാതാക്കി. നീ കുടുംബത്തിന്റെ മഹത്വം ഇല്ലാതാക്കി. അന്തസ്സുള്ള കുടുംബമാ പോത്തന്റെ കുടുംബം. ഒരു സംശയം, ചിലപ്പോ ഒളിച്ചോടി പോയിരിക്കുമോ? ചാച്ചാ എന്താടി? ഒരു അങ്കിള് വന്ന് മേബിളാൻഡിനെ കൊണ്ടുപോയി. എനിക്കറിയാം എന്താ വേണ്ടെന്ന്. അച്ഛാ, ജാതിയും മതവും ഒന്നും നോക്കണ്ട. പൊത്ത ആരുടെ കൂടെയാണ് ഒളിച്ചോടി പോയത്? നാളെ അവളുടെ മിന്നുകെട്ട് നടത്തിയിരിക്കണം. അത് നമ്മുടെ സത്യക്രിസ്ത്യാനികളാ, അതുകൊണ്ട് നമുക്ക് ആ ബന്ധം അങ്ങോട്ട് ഒഴിവാക്കാം. അച്ഛ എന്ന് വിളിച്ച വാവുകൊണ്ട് എന്നെ വേറെ വിളിപ്പിക്കരുത്. എന്താണ് ഇവിടുത്തെ അളിഞ്ഞ ഫുഡ് പോലെ ആൾക്കാരും വിട്ടുപോയേക്കാം. ശരിയാ. സോറി മക്കളെ, ഒരു പ്രശ്നമുണ്ട്. എന്തായിരുന്നു സർ? മിക്കവാറും നാളത്തെ പോർക്കും ചോറും മാറ്റിയിട്ട് സദ്യയോ നെയ്ച്ചോറോ ആക്കേണ്ടി വന്നേക്കും. ആണോ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ട് മതി. ആയിക്കോട്ടെ. ഇനിയിപ്പോ ചെറുക്കൻ ഹിന്ദുവായാലും ഏതാണാവോ ഇതിന്റെ പണി നോക്ക്. ഓള്
ഒളിച്ചോടാനിരുന്ന എന്നെ നീയൊക്കെ കൂടെ എന്തിനാണ് പിടിച്ചോണ്ട് വന്നേ? എന്തോന്നാ? നിനക്കൊക്കെ എന്നതാടാ വേണ്ടേ? നീയൊക്കെ ഏതാ? ചേട്ടായി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഒരു കേടുപാടും കൂടാണ്ട് കൊച്ചിനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയാക്കാം. അഴിക്കടാ. അഴിച്ചോളൂടാ. ഞാൻ പോവില്ല. എനിക്കിനി വീട്ടിൽ പോണ്ട. തമാശ കളിക്കാണ്ട് എണീറ്റ വാ കൊച്ചേ. എനിക്ക് അങ്ങോട്ട് പോണ്ടാന്ന്. ഞാൻ പോവില്ല. 4 മണിക്കൂർ നമ്മൾ തന്നാലുണ്ടല്ലേ ഞാൻ. മര്യാദക്കൊന്ന് വണ്ടി കയറി മാറ്റി പിടിച്ച് കയറ്റ അവളാ. ഉന്നാരിക്കണ അവള് കിടന്ന്. ചേട്ടായി അധികം ദേഷ്യം പിടിപ്പിക്കണ്ട. ഒടക്കിയാള് വൻ സീന. ചേച്ചി വാ. നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ രക്ഷപ്പെട്ടോളെ. ഓ വളരെ കേമി എടി ഒരു ഒറ്റ ചവിട്ടാന്നാലുണ്ടല്ലോ വേണ്ട ചേട്ടാ. ഇളകിയല്ലേ ആ പോവാ. ഇളകിയത് എന്റെ അപ്പനാണ്. എനിക്ക് വിശക്കുന്നു. പാട്ടിന്റെയും കുത്തിന്റെ ഇടയ്ക്ക് എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഫുഡ് വേണം. കിളിക്കാണ്ട് വേണം തിന്നടിച്ചേക്ക. ചേട്ടാ ചേട്ടാ അങ്ങോട്ടൊക്കെ ഒട്ടും ആസ്തിയില്ലാത്ത വീട്ടിലെ കൊച്ചെന്നാ തോന്നുന്നത്. തീരെ വിശപ്പില്ല കണ്ടോ. നീ ഒന്ന് കഴിച്ചേ. അവളുണ്ടല്ലോ ആ തോളത്തിയാരി കിടക്കുന്നത്. അവളങ്ങനെ കിടക്കുന്നത് ആ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നോക്കണം. ശരി ചേച്ചാ. മൈക്കിളെ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലൊന്ന് നോക്കിയേക്ക്. ഏത് കൂട്ടുകാരി ഞങ്ങളെ? നമ്മുടെ അനൂന്റെ കാര്യം പറയണേ. വിഷമിക്കണ്ട. നോക്കിയേ ഒരു കാർ. നീ എന്നാ പണിയാ മോളെ ഈ കാണിച്ചേ? മമ്മി ഞാൻ പറയാം. എന്തൊക്കെയാ മോളെ നീ കാട്ടിക്കൂട്ടുന്നേ? ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ, ഒന്ന് മിണ്ടാതിരിക്കും. ജെസി ഞാൻ ചോദിച്ചോളാം. എന്നതായാലും അവൻ ക്രിസ്ത്യാനിയാ. കഴുത്തിൽ കൊന്തയൊക്കെ ഉണ്ട്. എന്ത് കൊന്തേൻ്റെ അച്ഛന്താ? നല്ല പ്രായമുണ്ട്. മൊത്തം നരച്ച കാണുന്നില്ലേ? ഈ മാക്കാച്ചി കളവനെയാണോ മേബിള് വെച്ച് കെട്ടാൻ പോന്നേ? ആ സാറേ ഒരബദ്ധം പറ്റിപ്പോയതാ. സാരില്ല മോർണിംഗ് വന്നേ. എന്തായാലും നടക്കാനുള്ളതെല്ലാം നടത്തും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഏതാ തന്റെ ഇടവക? വീട്ടിൽ ആരുള്ളൂ വെച്ചാൽ അവരൊക്കെ ഒന്ന് അറിയിക്കുക. എന്തിന്? ഇടൂ കല്യാണത്തിന് ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. എന്നതൊക്കെ ഈ പറയണേ? ഇയാൾ എന്റെ കാമുകനൊന്നും അല്ല. പിന്നെ നീ എന്താടി എഴുതി വെച്ചിട്ട് പോയെ? ചാച്ച ഞാൻ പറയാം. ഇയാള് ഒന്ന് വിട്ടേ മമ്മി. ഇയാളൊന്ന് പറഞ്ഞു വിട്ടെ. ഇയാളൊന്നും അല്ല അത്. ഹലോ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി. എന്താണ് ഇതൊക്കെ? കല്യാണം മുടക്കാൻ വേണ്ടി ഞാനായിട്ട് തന്നെയാ ചാടിപ്പോയേ. നീ വണ്ടി കയറിയടാ. ഇയാളൊന്ന് പോയേടോ. വിളിച്ചോണ്ട് പോടാ. എനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? പപ്പ ഞാൻ എല്ലാം സമാധാനത്തിൽ പറയാം.
വാ ചോദിക്കാം. നാളെ ചോദിക്കാം. കണ്ടു. ആ മോനെ മിന്നു കെട്ട് വെക്കുവാണ്, നാളെ നടക്കും. ആ ചോറും പോർക്കും ഒരു 200 പ്ലേറ്റ് കുറച്ച് മതി. ബില്ല് മുഴുവൻ ഞാൻ വാങ്ങിച്ചു തരാം. എനിക്കൊരു ഷെയർ. ഞാൻ തനിക്ക് കുറച്ച് തീട്ടം തരട്ടെ, താൻ അതും കൂടി വാരി തിന്നേ. പാടാ. തിന്ന് മതളകി നടക്കാണ് തല നിറച്ച നാറി. നെയ്യൊന്നും നന്നാവില്ലടാ നാണം കെട്ടവനെ. എന്തൊരു കഷ്ടമാണ് നോക്കണേ. രാവിലെ തന്നെ കേറ്റാനൊന്നും ഇല്ലേ? ഉണ്ടല്ലോ. നിന്റെ അച്ഛന്റെ മൊട്ടത്തല പുഴിഞ്ഞത് തേനീച്ച കൂടി കൊണ്ട് നടക്കുക. കൊല്ലും കേട്ടില്ല, കുളിക്കൂല. കാലനൊക്കെ എവിടെയാണോ എന്തോ. ചേട്ടായി, നമുക്ക് പള്ളിയിലോട്ടൊന്ന് പോണ്ടേ? ഓരോരോ വലകൾ വരുന്ന വഴിയേ. ക്രിസ്ത്യനായ ഈശോ മരണവിനെ സമീപിക്കുകയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ ബലഹീനമാക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാൻ നടത്തുന്ന പ്രാർത്ഥന കാരുണ്യപൂർവ്വം സ്വീകരിക്കണമേ. നിന്റെ കരങ്ങളിൽ നിദ്ര പ്രാപിച്ച ആത്മാവിന് നിത്യശാന്തി നൽകി നിന്റെ സിംഹാസനത്തിന്റെ വലംഭാഗ്യ സ്ഥാനം അരുളുമാറാകണമേ. ആമേൻ. ഷേർലി ചേച്ചി, ഈ സമയത്ത് ചോദിക്കണത് ശരിയില്ലെന്നറിയാം. ആശാൻ എന്താ സംഭവിച്ചു? ആശാൻ ഇന്നലെ വലിയ സന്തോഷത്തിലായിരുന്നു. എഴുന്നേക്കാൻ മേലാത്ത ആശാൻ ഇന്നലെ എഴുന്നേറ്റിരുന്നത് കണ്ണുപിടിച്ചു. അടിക്കാശാനെ. കഴിക്കാശാനെ. മരുഭൂമിയിലേക്കൊരു മഴ പെയ്ത സുഖം. ഒന്നും കൂടെ അടിക്കാശാനെ. കുറച്ച് മധുരം കഴിക്കേ, ഞാൻ ഉണ്ടാക്കിയതാ. മധുരം കഴിക്കാൻ എന്താ 1-ാം തീയതി എന്താ ചെയ്യാ? അടിക്കാശാനെ. ആശാനെ, 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 ആശാനെ. അയ്യോ
ഷേർലി ചേച്ചി. കഥയിനി നീളുന്നേ കാതോരം പാടുന്നേ ആരാരോ പകലിനി ചായുന്നേ പിന്നോരം കണ്ണെത്താ ദൂരത്തോ ഇരുളല മൂടുന്നേ സങ്കൽപ്പങ്ങൾ മായുന്നേ ഏതോ കോണിൽ സ്വപ്നം തേടിപ്പായുന്നേ കാണാ പൊന്നിൽ മായം ചേർക്കാൻ കൂടുന്നുവോ ആരോ ദൂരെ കാണുന്നുവോ വട്ടം ചുറ്റും കൂട്ടം മായാജാലം കാട്ടും അട്ടം കേറ്റും മുട്ടൻ പണി വരും പലതിനി പൊട്ടാനൂലിൽ കോർത്ത് പട്ടം പോലെ പാറും എട്ടിനുള്ളിൽ പെട്ട പോലെ ഗതി ഇതു വിധി അന്തിച്ചോ പിന്നാളും തേടും നെഞ്ചും കൊണ്ടേ ആരോ പാടി അന്തിച്ചോ പിന്നാളും തേടും നെഞ്ചും കൊണ്ടേ ആരോ പാടി ലോകം പായും വേഗം കണ്ണിൽ തീയും വേറും ഉള്ളിനുള്ളിൽ ആവേശത്തിരയും വെച്ചോ സൂക്ഷിച്ചൊക്കെ ചെലവാക്കണേ. അല്ല വലിച്ചേട്ടാ, ഇത് 2000 അല്ലേ ഉള്ളൂ. 2350 അല്ലേ പറഞ്ഞ? എന്റെ ജോസ്, ഇത് റൗണ്ട് ടേബിളിന്റെ പരിപാടിയല്ലേ, അപ്പൊ ഒന്ന് റൗണ്ട് ആക്കി. എന്താ ചേട്ടാ ഇത്? ഇത്രയും മതി. ഒന്നുമില്ലെങ്കിൽ ഇത്രയും പണിക്കാരൊക്കെ ഉള്ളതല്ലേ. ഇത് മതിയാവുന്നേ. ഈ കൊച്ചു തന്നെ കല്യാണം ഇനി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ വേഗം പോവാം. എഴുന്നേക്കട അവിടുന്ന്. ആ കസേരന്റെ കസേരയില്ലേ കസേര, അത് എഴുതിയായിരുന്നോ? വേറെ എന്തെങ്കിലും ഉണ്ടോ ചായ? എനിക്കറിയില്ല, നിങ്ങൾ എന്താ ചേച്ചി? മമ്മി ഞാൻ ഇറങ്ങുവാണേ. എടി കൊച്ചേ, ഒന്ന് നിന്നേടി. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കാം, എന്താ നിന്റെ ഉദ്ദേശം? നീ കല്യാണം കഴിക്കാണ്ട് നീ എത്ര കാലം ജീവിക്കും? ഒരു കല്യാണം മുടങ്ങിയ പെണ്ണെന്ന് പറയുമ്പോ പിന്നെ നിന്നെ കെട്ടാൻ ഒരുത്തനുണ്ടാവില്ല, മനസ്സിലായോ? കല്യാണം കഴിക്കാതെയും ജീവിക്കാലോ ചാച്ചാ. തർക്കുത്തരം പറയലേടി. പപ്പ, എനിക്ക് കല്യാണം വേണ്ടാന്നല്ല, ഇപ്പൊ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ നീ എന്നെ മടത്തി ചേരാൻ പോവാ? അതെ, നിനക്ക് താഴെ ഒരു പെൺകൊച്ചുണ്ട്, അത് നീ ഓർക്കണം. അതിന് അവളെ കെട്ടിച്ചോ, എനിക്കത് കഴിഞ്ഞിട്ടൊക്കെ മതി. നീ എന്തൊരു കിഴങ്ങൻ തന്തേടാ, നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാൻ ചായ? നീ ഒന്നും പണയണ്ട. ഇനിയല്ല, വെറുതെ അല്ല. അപ്പം നിനക്ക് പോത്തനെന്ന് പേരിട്ട ഒരു മണഗുണാഞ്ചൻ, അവനെ പിടിച്ച് മടിയിലിരുത്തടി. കാലെടുത്ത് മാറ്റടാ.
ചേട്ടാ കഴിഞ്ഞു കേട്ടോ, എണീറ്റോളൂ. തിരുമിക്കോളൂ. ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിക്കണേ. അതെ, ആ കൊച്ചിന്റെ റൂം ഏതാ? അത് ഫസ്റ്റ് ഫ്ലോറിലെ 2ാം വാർഡിലാ. ഓ, ഒരുപാട് കാശായോ കൊച്ചച്ച? ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലേ മോളെ, ഒരുപാട് സംസാരിക്കണ്ടെന്ന്. എൻ്റെ മോൾ ഉറങ്ങിക്കോ, മരുന്നിന് സമയമാകുമ്പോൾ കൊച്ചച്ചൻ വിളിക്കാട്ടാ. അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്നുമില്ല, എൻ്റെ മോൾ ഉറങ്ങിക്കോ. ആ, വളരെ നന്ദിയുണ്ട് കേട്ടോ, വല്ലാത്തൊരു അവസ്ഥയിലാണ്. എല്ലാം ശരിയാവും കേട്ടാ. ഒരു വണ്ടിക്കാശിരി കിട്ടാട്ടാ, ഇത്രേ ഉള്ളൂ കയ്യിൽ. എന്താണ് ഏട്ടാ ഇത്? ഇത് കയ്യിൽ വെച്ചേ. മോളുടെ പേരെന്താ? പൊന്നമ്മ ഡോക്ടർ എല്ലാം പറഞ്ഞിരുന്നു, എല്ലാം ശരിയാവും. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയേക്കാം. ഞാനുണ്ടല്ലോ ചാച്ചന്റെ മുഖത്ത് നോക്കി ഒരു ഗംഭീര ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ ഫ്ലാറ്റ്. പപ്പയോ? പപ്പ പിന്നെ പണ്ടേ ഫ്ലാറ്റ് ആണല്ലോ. ഡേ ചക്ക, നീ എന്താ ഇവിടെ? ചേട്ടാടെ ഇവിടെ വന്ന. അയാൾ ഇവിടെ ഉണ്ടോ? എന്നാ പറ്റിയതാ? ഒരാൾക്ക് ചോര കൊടുക്കാൻ വേണ്ടിട്ട് വന്നു. ആര്? അയാളോ? ചോര കുടിക്കാൻ വന്നതായിരിക്കും. എന്താടി സംഭവം? ഇതാ മറ്റേ കഥാപാത്രങ്ങള്. നമുക്ക് ചേട്ടായെ കാണാൻ പോവാം. എൻ്റെ പെങ്ങളുടെ മോളവള്, അവൾക്കും ഈ അസുഖമായിരുന്നു. 2 വർഷം മുന്നേ അവൾ പോയത്. ഒരു പെട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ചെയ്യണ്ടെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ചേട്ടായി തന്നെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. എന്താ ഡോക്ടറെ? ചേട്ടന് നേരത്തെ പരിചയമുണ്ടോ ഇയാളെ? മുടി നരച്ചൊന്നും നോക്കണ്ട, വലിയ ചട്ടമ്പിയാ. വേണ്ടടി വിട്ടേക്ക്, ചുമ്മാതിരി. ഇവിടെ ഇനി എന്താണാവോ ഉദ്ദേശം? ഞാനേ പൊന്നമ്മ ഡോക്ടർ പറഞ്ഞിട്ട് വന്നാണ് ബ്ലഡ് കൊടുക്കാൻ. യോ, കണ്ണിച്ചോര പോലും ഇല്ലാത്ത താനോ? ഞാൻ ഡ്യൂട്ടി കയറിക്കോട്ടെ, ഇപ്പൊ തന്നെ ലേറ്റാ. വിട്ടോ, അല്ലെങ്കിൽ തന്റെ പണി പോയി കിട്ടും. കൂടുതൽ സീനൊന്നും ഉണ്ടാക്കണ്ട, അന്ന് അബദ്ധം പറ്റിയതാന്ന് പറഞ്ഞല്ലേ. എന്തായാലും നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഇയാൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാൻ ചായ മതി. ചായ എന്തായാലും ഇപ്പൊ കുടിക്കണ്ട, ബ്ലഡ് കൊടുത്ത് വന്നല്ലേ ഉള്ളൂ. സാബു ചേട്ടാ, ഒരു ലൈമും പിന്നെ 3 നമ്മുടെ ഐറ്റും. എന്താ ഉദ്ദേശം? ആരുടെ? എൻ്റെ. ശരിക്കും ബ്ലഡ് കൊടുക്കാൻ തന്നെ വന്ന്. ഇവരൊക്കെ ആരാ? മോളുടെ ഫ്രണ്ട്സാ? അതെ സാബു ചേട്ടാ. കഴിക്കാൻ എന്താ അവിടെ? ചേട്ടായി ബൂസ്റ്റാ. ഈ ശരീരത്തിൽ താങ്ങും പിന്നെ അന്ന് കയറ്റിക്കോ. ഏതായാലും തന്റെ നമ്പർ ഇങ്ങതാ, എനിക്ക് ആവശ്യം വരും. ഒന്ന് പറഞ്ഞു കൊടുത്തത് നമ്പർ പറഞ്ഞു. 95 295 എടുത്തു. അതെ, അന്ന് ശരിക്കും ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചാണ്. എനിക്ക് കല്യാണം കഴിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ, അതുകൊണ്ട് ഒപ്പിച്ച പണിയാ. അന്നേതായാലും നിങ്ങൾ ചെയ്തത് എനിക്കൊരു ഉപകാരമായി. ഇഷ്ടമല്ലാത്തൊരു കല്യാണം അതോടെ മുടങ്ങിക്കിട്ടി. എനിവേ, താങ്ക്സ് എ ലോട്ട്. മേബിൾ പോത്തൻ.
തേനെഴുതവേ മഴമുകിൽ മിഴികളിൽ നിൻ കാതടികളിൽ അലയിടും മൊഴികളാൽ ഞാനണയവേ അണിവിരൽ പവനുമായി നിൻ കാലടികളെ തുടരുമീ വഴികളിൽ കനവുകളൊരു നേരം കിളിമകളുടെ തേരിൽ ആലോലമായി തരളിതമൊരു ഗാനം കുയിലിണയുടെ നാവിൽ ആലാപമായി പറയുമോ പതി നിൻ മനസ്സും കരളിലെ കഥകളും കാതേലും കല്യാണക്കാരും തീരുമാനമായ സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾക്ക് ഈ താടി മുടിയൊക്കെ വെട്ടി ഒന്നും മര്യാദയ്ക്ക് നടന്നൂടെ? എന്ത് ബോറാ. എന്താ വാ. കായാമ്പൂ വിരിയും മാറിൽ മായാതെ തഴുകാം തൂവലായി കനവാകെ മധുമന്ദാകിനി നിറമേഴും ഒരു പൊൻപീലി നീ മഴയിലും കവിതയായി കരിമുകിൽ ഹലോ വടൂക്കർ ഹബീബ് ചൊക്കിൾ ബിജു എന്താടാ ഇത്? ചേട്ടാ ഇടിച്ചതാ. ഈ കൊട്ടേഷനും ഗുണ്ടായ്സും എന്നൊക്കെ കേട്ടപ്പോഴേ ഞാനോർത്ത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. നിങ്ങളൊക്കെ ശരിക്കും ഭയങ്കര സിമ്പിളാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ചേട്ടാ ഒരു പാവ. പിന്നെ ഓരോരോ അവസ്ഥ കൊണ്ട് ഇങ്ങനെ ആയി പോയാ. നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല ഇയാള്. നിനക്കെങ്ങനെയാ പുള്ളിക്കാരനെ പരിചയം? ജയിലിൽ നിന്ന്. ഒരു പെങ്കൊച്ചിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അവരുടെ വീട്ടുകാരന്ന് പണി മേടിച്ച് ഞാൻ ആദ്യമായിട്ട് ജയിലിൽ കയറി.
നിനക്ക് പുതിയ വിരുന്നുകാരൊക്കെ ഉണ്ടല്ലോ. വേണമെങ്കിൽ വന്നിരുന്നോടാ, അല്ലെങ്കിൽ അവന്മാര് നിന്റെ മൂലത്തിൽ കമ്പ് പറ്റും. ഇങ്ങോട്ട് മാറിയടാ, അവന്റെ ഒരു അഭ്യാസം. ഓ എല്ലാം ഉണ്ട് സാർ. അവിടെ ഞാൻ ഓരോന്ന് പഠിച്ചു വരികയായിരുന്നു. എന്നെ പോലുള്ളവരൊക്കെ അവിടെ പലർക്കും ഓരോ നേരം പോക്കായിരുന്നു. എന്താണ് അടങ്ങി നിൽക്കട അവിടെ. അണ്ണനെ നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ജെട്ടി നീ ഊരുന്നോ അതോ ഞാൻ ഊരിക്കണോ? സെല്ലിന്റെ കമ്പി കൊണ്ടുപോയി തീർക്കണം നിന്റെ കറുപ്പ്. ഇങ്ങനെന്താ പെണ്ണ് കേട്ടാത്ത? അത് വേറൊരു കോമഡി. എന്താടാ? വരുന്നുണ്ട്, നേരിട്ട് എന്നെ ചോദിച്ചു നോക്കെ. നീ കാര്യം പറ. ചോദിച്ചോന്നേ, ആള് പറഞ്ഞു തരും. എന്താണ് ചേട്ടായി എന്താ പെണ്ണ് കേട്ടാത്തന്ന്? വല്ല തേപ്പ് കഥയാണോ? എനിക്കൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അവള് തേപ്പാണെന്ന് വിചാരിച്ചപ്പോ നമ്മുടെ പിള്ളേരെ കൂടി പോയി അങ്ങടെ നട്ടപ്പാരൊക്കെ പോയി പൊക്കി. ഓ, ഇതപ്പോ സ്ഥിരം പരിപാടിയാണ്. ഞാനാവുന്നതും പറഞ്ഞതാ വേണ്ടത്. എന്നിട്ടെന്താ പോയ ടീംസ് ചേച്ചിക്ക് ഓരം അനിയത്തിയാ പൊക്കിയത്.
ഇതിലും വലിയ കോമഡി എന്താ വെച്ചാല് പെണ്ണിന് പ്രായപൂർത്തിയായിട്ടായിരുന്നില്ല. അതോടുകൂടി ചേട്ടായി പെട്ട് അകത്തായി. കൊള്ളാം എന്തായാലും. പിന്നെ കെട്ടാൻ തോന്നിയില്ല. എന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. ചാച്ചന്റെ ഒരു റിലേറ്റീവ് എന്നെ കെട്ടാൻ മുട്ടി നിൽക്കാണ്. ഇനിയിപ്പോ സമ്മതവും പറച്ചിലും ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല. നിങ്ങൾക്ക് ഒരു വട്ടം കൂടെ എന്നെ ഒന്ന് പൊക്കാൻ പറ്റുമോ? പൊക്കാൻ ഒരു പ്രാവശ്യം പൊക്കിയതിന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. നീ ഒന്ന് രക്ഷപ്പെടാ. നമുക്ക് എന്താണ് വന്നിട്ടുണ്ട്. ആരാ അറിയില്ല, വലിയ കാറില്ല. നീ പൊയ്ക്കോ, ഞാൻ വന്നോളാം. കൊച്ചു വീട്ടിൽ പോ. അതാ നല്ലത്. അല്ലേലും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള ഒന്നും ചെയ്യരുത് കേട്ടോ. ചേട്ടായി നോക്കിയാലോ? നീ ഒറ്റക്ക് കിട്ടുമ്പോ നോക്കിയാൽ മതി. തെന്നു മുറിച്ച് നടക്കാനല്ലാതെ എന്തിനെങ്കിലും പറ്റുമോ? എന്നാ തൊടിയുന്നത് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തൂടെ? ഡേവിഡ്, പരസ്പരം ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും വേണ്ട. ഒരാളെ ഒന്ന് തൂക്കണം, ഒരു പോറല് പോലും ഏൽക്കാതെ. ഇത് അഡ്വാൻസാ. ബാക്കി ആളെ കൈമാറുമ്പോൾ തോട്ടം അവളെ കണ്ടാലേ അറിയാം ആള് കുഴപ്പക്കാരിയാണെന്ന്. ഈ പാവം പിടിച്ച് ചേച്ചി പിടിച്ചോണ്ട് പോയിട്ട് ആർക്കും എന്ത് കിട്ടാനാ ചേട്ടായി? ഇപ്പൊ പോയവനെ കണ്ടിട്ട് സംഘം നിസാര കളിയല്ല, ഇത് ഏതാണ്ട് വലിയ സെറ്റപ്പാ. എടാ, ഞാൻ അവനെ എവിടെ കണ്ടിട്ടുണ്ട്. ആ കാലമാറിനെ ഞാനും എവിടെയോ കണ്ടിട്ടുണ്ട്. ഏത് തെമ്മാടിക്കുഴിയിലാണാവോ എൻ്റെ കർത്താവേ. സെമിത്തേരിയില് ആശാന്റെ അടക്കിന്റെ അന്ന് ചേച്ചി, ആശാൻ പോണേന് മുന്നേ നമുക്കിട്ട് നല്ല മുട്ടം പണി എന്നിട്ടാ പോയേക്കണം. ഒരു വിധത്തിൽ അതിൽ നിന്ന് ഊരി വന്നായിരുന്നു. വീണ്ടും അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ നെഞ്ചത്തോട്ട് തന്നെ വന്നേക്കണം. ഒന്നും മനസ്സിലായില്ല. ഷേർലി ചേച്ചി, ആശാൻ അന്ന് ആരോ കുറെ കാശ് കൊണ്ട് കൊടുത്തില്ലായിരുന്നു? അതൊരു പണിയായിരുന്നു. അതാരാ കൊടുത്തെന്ന് വല്ലതും കണ്ടായിരുന്നു? ഞാൻ തൊഴിലുറപ്പ് പണിക്ക് പോയിട്ട് അങ്ങേർക്ക് മരുന്ന് വരെ മേടിച്ചോണ്ടിരുന്നത്. ഞാൻ ഇവിടുന്ന് പണിക്ക് പോയ പിന്നെ ആരൊക്കെ വരണേന്നോ പോണേന്നോ ഒന്നും എനിക്കറിയില്ല. കാശ് കിട്ടിയെന്നുള്ളത് നേരാ, പിന്നുള്ളതൊന്നും എനിക്കറിയില്ലട മക്കളെ. അല്ല, കുഴപ്പം വല്ലതും ഉണ്ടോ? കുഴപ്പം. ഞാൻ വിളിക്കാം ചേച്ചി, മാറ്റി വണ്ടി കയറാം. ശരിക്കും എന്താ സംഭവം? കാശ് കൊടുത്ത ആരാന്ന് അറിയത്തില്ലല്ലോ, അപ്പൊ ഇത്ര അറിഞ്ഞാൽ മതി. അളിയാ, ഇട്ടിച്ചായന്റെ മോനാണ് ചാച്ചനൊരു വര വരച്ച ചെറുക്ക അവിടെ നിൽക്കും. ചാച്ചന അവന് പണ്ടേ പേടിയാ. എടാ, കുഞ്ഞുനാളിലെ അവൻ ചാച്ചനെ പേടിച്ച് എന്തോ ഒരു മുളിയിലുണ്ടെന്ന് അറിയാമോ? ചാച്ചന്റെ നിഴല് കണ്ടാൽ മതി, ചെറുക്ക അവിടെ നിക്കറേ മുള്ളു. പിള്ളേരൊക്കെ എന്നാ വലുതായെന്ന് പറഞ്ഞാലും പേടി പേടി തന്നെയാണ് അളിയാ. അളിയാ, എന്തായാലും ഒക്കെ പണി കിട്ടും. ഹലോ ഹലോ, അവനാണ്. ഈ ശത്രുക്കളില്ലെന്ന് ശരിക്കും പറഞ്ഞാണ്. അങ്ങോട്ട് വിളിക്കാം.
വിളിക്കാന്ന്. പെണ്ണിനെ വല്ല കുരുത്തങ്ങനെ കാണിക്കൂ. ഈ വെറുതെ ആയതുകൊണ്ട് പറയാനും പറ്റൂല. ഏയ് അളിയ എൻ്റെ കാര്യം ടാസ്ക് ആവോടാ. നിന്റെ കാര്യം അല്ലെങ്കിലും ടാസ്ക് ആവും. പണിയാൻ ഞാൻ ഇരിക്കല്ലേ. പടാവട്ടി പറ, എന്താ നിന്റെ പ്രശ്നം? ഒരു പിടുത്തവും കിട്ടുന്നില്ല ഡോക്ടറമ്മേ. എൻ്റെ അറിവിൽ ആ പെങ്കൊച്ച് വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല. എന്താ നിന്റെ പ്ലാൻ? ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനു മുന്നേ ഇവര് തന്നെയാണ് പണി തന്നേക്കുന്നത്. അന്നത് ആശാന്റെ കെയർ ഓഫിലായിരുന്നു. നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? നിനക്ക് ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. ഞാനല്ലെങ്കിൽ മറ്റൊരാളത് ചെയ്യും. പക്ഷെ അവളുടെ പിന്നിൽ ആരും ഉണ്ട്. എന്താണ് അവള് മനസ്സിൽ നിന്ന് പോകുന്നില്ല അല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും നമ്മൾ കാരണം കണ്ടെത്തണ്ടേ? അറിയണം അറിയണം അറിയണം. അല്ല, അവളുടെ ഫ്രണ്ട്സിനെ ആരും നിനക്ക് പരിചയമില്ലേ? ആ വഴിക്കൊന്ന് നോക്കൂടെ? ആ വഴിക്കൊന്ന് നോക്കാല്ലേ? അതൊരു വഴിയാണ്. ചേട്ടനെന്താ ഇവിടെ? ഇരിക്കും. എന്താ പറ്റിയേ? ഞാനേ വേറൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. എന്താ ചേട്ടാ? സിസ്റ്റർ ഒന്ന് പുറത്തേക്ക് നിൽക്കോ? നമ്മുടെ മേബിളിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് ഡോക്ടറിന് അറിയോ? ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. അതല്ല ഡോക്ടറെ, അന്നൊരബദ്ധം പറ്റിയതാണെങ്കിലും സംഗതി കൊട്ടേഷൻ തന്നെ ആയിരുന്നല്ല. എന്താ സംഭവം എന്നറിയാത്തത് കൊണ്ട് ഒരു സമാധാനവും ഇല്ല. മേബിളൊരു മനസ്സമാധാനക്കേടായല്ലേ? ഡോക്ടർ കാര്യം പറ. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കളെന്ന് പറയാൻ മാത്രം ആരുമില്ല ഏട്ടാ. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ഡോക്ടറായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഡോക്ടർ പേളി. അത് പക്ഷെ അത്ര വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. അത് സോൾവ് ആവുകയും ചെയ്തു. അല്ല, ഈ ഹോസ്പിറ്റലിൽ പുറത്തെന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല ഏട്ടാ. ഞാനിത് ചോദിച്ച കാര്യം മേബിൾ അറിയണ്ട. അറിഞ്ഞ എനിക്ക് തന്നെ നാണക്കേട്. ഇറങ്ങിക്കോട്ടെ. ശരി. എന്താ ഇവിടെ കാര്യങ്ങൾ? ഫസ്റ്റ് ടൈം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റുകൊണ്ട് ബി കെയർഫുൾ. താൻ വണ്ടി എടുക്കും. നീ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതൊരു ചെറിയ കളിയല്ല, കൂറ്റം പോകുമ്പോൾ തന്നെ. സാറേ, ഇലക്കുമുള്ളിനും കേടില്ലാണ്ട് തീർക്കണം. നീ ആ കൊച്ചിനെ കൊണ്ടൊരു കംപ്ലൈന്റ് കൂടെ എഴുതാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അത് റിസ്ക്കാ സാറേ. നമുക്കിത് ഇല്ലീഗലായിട്ട് പ്ലാൻ ചെയ്യാം. സാറിനും കൂടി ഗുണമുണ്ടായ പോരെ? ഈ ആടിനെ കാണിച്ച് പുലിയെ പിടിക്കുന്ന പരിപാടിയല്ലേ? ഞാനുണ്ടോ കൂടെ? നീ ധൈര്യമായിട്ട് ചെല്ലടാ.
ഇതെന്തത്? ഇത് ചിക്കനാ. ചിക്കനാ? പപ്പ എന്താണോ കാല് വേണം. ചെറുക്കന് കുറച്ച് കാല് കൊടുത്തേ. കൊടുക്കാലോ. കാല് കൊടുക്കാം. പീസ് വരണം. കടിച്ചു വലിക്കാൻ. ആ കടിച്ചു തന്നെ വലിയ പീസുണ്ട്. ഇതാണോ കല്യാണ ചക്കൻ? എന്റെ ചക്കൻ ഒന്ന് മനസ്സിലായില്ല. അപ്പൊ ഇതല്ല കല്യാണ ചക്കൻ. കുറച്ച് ചാറ് വെച്ചേ. 2 കഷ്ണം. ചവളന്നിട്ട് കുഞ്ഞമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആ മോളെ ഈ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തോടെ. ഫുഡൊക്കെ മറക്കരുത് കേട്ടോ. വായോ വായോ നീ മാറിച്ചായോ മഞ്ഞപ്പൂട്ടാ. വളരെ അവളൊരു കണ്ണ് കാണിക്കണം. ഇവളുടെ മേത്തല്ല നേബിളുടെ മേത്താണ് നോക്കാൻ കേട്ടോ. മാറിച്ചായോ മഞ്ഞപ്പൂത്താ നിന്റെ മാരനെ കൂടെ വരാ. Come on, come on, Arnie. La 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 la, la 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 la, la 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 la. അടിക്കണ്ടേ? എന്റെ പൊന്നാര മോളെ എവിടെ നോക്കിട്ടാ നടക്കണത്? മുട്ടുകാരി തല്ലി ഓടിക്കും കേട്ടോ. പിന്നെ നമുക്ക് അടിക്കാൻ പോണല്ലേ നല്ലത്? എവിടെ നിന്റെ അപ്പൂപ്പൻ കൊണ്ടു വെച്ചോണ്ടിരിക്കാൻ? എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇതെപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എന്താല്ലേ മമ്മി, എനിക്ക് നല്ല തലവേദന, ഞാൻ ഒന്ന് പോയി കിടക്കട്ടെ. എന്നാ മോള് മൂന്ന് റെസ്റ്റ് ചെയ്തോ. അതെ, ഇവിടെ നമുക്ക് തലവേദനയാവോ? നിങ്ങളുടെ പ്രോത്സാഹനമാണ് എന്നെ പോലുള്ള എളിയ കലാകാരന്മാരുടെ വിജയം. അതുകൊണ്ട് ഈ സന്തോഷത്തിന് ഞാനൊരു പാട്ട് കൂടി പാടാൻ പോവുകയാണ്. അമ്മക്കുയിലേതൊരു പാട്ട്. എന്തായാലും ഊണ് കഴിഞ്ഞിട്ട് പാടാം, അതാണ് നല്ലതെന്ന് തോന്നുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എനിക്കറിയായിരുന്നു നിങ്ങൾ വരുമെന്ന്. മാറ്റി എന്തേ? മാറ്റി കാറിലുണ്ട്. ആണോ? ഇതെന്തിനാ? ഇത് കയ്യും മുഖമൊക്കെ കെട്ടല്ലേ? എന്തിനാ? ഇതൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. അയ്യോ ചാച്ചൻ, വിട്ടോ. ഇപ്പൊ ചാച്ചന്റെ മുഖം കാണാൻ കോമഡി ആയിരിക്കും. നോക്ക്, ചാച്ചനൊരു വര വരച്ചാലുണ്ടല്ലോ, അതിൽ നിൽക്കണ ഒരു മണ കൊണാഞ്ചന വെച്ചാ ഇന്നെ കെട്ടിക്കാൻ നോക്കിയത്. ജെവിനും മൈക്കിളിനൊക്കെ എന്തൊരു തിളപ്പായിരുന്നു. ചാണകത്തിൽ ചവിട്ടിയ ഒരു ഫേസ് ഇല്ലേ, അതുപോലെ ഇരിക്കും ഇപ്പൊ ചാച്ചന്റെ മുഖം. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അമ്മാവന്റെ മോളായിരിക്കില്ലേ? സാർ, ഇത് രണ്ടാമത്തെ മോളാണ്. മൂത്ത മോളുടെ കല്യാണം അന്ന് കഴിഞ്ഞല്ല. എന്നാ ശരി, ഇട്ടോ. ഓക്കെ, ഇട്ടോ ഇട്ടോ. ഞാൻ കരുതി നമ്മളെ പിടിച്ചു.
അതെന്നെ അമ്മാവിന്റെ മോളാന്നൊക്കെ പറഞ്ഞേ? മാറ്റി സമയം കിട്ടുമ്പോഴാ കഥയൊക്കെ ഒന്ന് പറഞ്ഞോളൂ. ട്രെയിലുണ്ടായിരുന്നു മാം. എന്നിട്ട് എവിടെ? അതിലുണ്ടോ? സോറി മാം. ഔട്ട് ഔട്ട് ഔട്ട്. എടി സാരമില്ല, നീ മൂഡ് ഓഫ് ആവല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല കീർത്തി, ഇതിപ്പോ രണ്ടാമത്തെ തവണയാ. ആംബുലൻസ് എങ്ങനെ മിസ്സാവുന്നേ? ഡോക്ടർ പേടി. അഞ്ജു സിസ്റ്ററാ പറഞ്ഞേ, ഉറപ്പൊന്നുമില്ല. നീ ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തിനത്? ഷീ ഈസ് എ ഡ്രഗ് അഡിക്റ്റ്. മേബിലെ മേബിലെ വേണ്ടാത്ത കാര്യത്തിലാ നീ കയറി ഇടപെട്ടത്.
നിനക്കിതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മര്യാദയ്ക്ക് അങ്ങ് ഇരുന്നാൽ പോരായിരുന്നോ? ഓ, നീ അപ്പൊ പ്ലാൻ ചെയ്തിറങ്ങിയതാ? നിന്നെപ്പോലെ നക്കപ്പിച്ച കാശ് ശമ്പളം വാങ്ങി ഞങ്ങളും ജീവിക്കണം എന്ന് നീ നിർബന്ധം പിടിക്കാൻ പാടില്ലായിരുന്നു. മനസ്സിലായോ? ഞാൻ പഠിച്ച എത്തിക്സിനെതിരായി ഞാൻ ഒന്നും ചെയ്യില്ല പേളി. നിന്നെ കൊണ്ടത് ചെയ്യിക്കുകയില്ല. കൊള്ളാലോ. ഓട്ടിൽ നിന്ന് മോർഫിൻ ആംബുലൻസ് മിസ്സാവുന്നു. ആൻഡ് ഷീ ഈസ് റെസ്പോൺസിബിൾ. സർ, ഡോക്ടർ ആനന്ദവല്ലിയുടെ വായിൽ നിന്ന് നല്ല ചീത്ത കേട്ടിട്ട് ഞാനിപ്പോ വരണേ. ഡോക്ടർ പേളി ഇത് സെൽഫായിട്ട് യൂസ് ചെയ്യാണ് സർ. ദിസ് ഈസ് ടു മച്ച് സർ. ഇത് എന്തായാലും റിപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോ തൽക്കാലം റിപ്പോർട്ട് ചെയ്യണ്ട. പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ തന്നെ അത് ബാധിക്കുക. പ്ലീസ് മേബിൾ യു അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒന്ന് പുള്ളിക്കാരത്തിയോട് സംസാരിക്കട്ടെ. യു ജസ്റ്റ് വെയിറ്റ് ഔട്ട്സൈഡ് പ്ലീസ് മേബിൾ. എന്ത് വിവരക്കേടാണ് പേളി. നോ എക്സ്ക്യൂസസ്. ഇതിപ്പോ രണ്ടാമത്തെ തവണ. ഇനി ഒരു ഒറ്റ ആംബ്യൂള് പോലും മിസ്സാവരുത്. വല്ല എൻക്വയറി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിനക്ക് മാത്രമല്ല എനിക്ക് കൂടി ഇഷ്യൂ. ഒരു ആംബ്യൂളിന്റെ ബിൽ എന്താ നമുക്കറിയില്ല. മാസാമാസം അക്കൗണ്ടിലേക്ക് വീഴുന്ന കാശ് എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്, കണക്കൂട്ടി നോക്ക്. അറിയാലോ, ഡോണ്ട് സ്പോയിൽ അവർ ബിസിനസ്. പിന്നെ എന്റെ നേർക്ക് വരല് വല്ലതും ചൂണ്ടിയാൽ ഓളി അവളെ ഒന്ന് സൂക്ഷിച്ചേക്ക്. നീ ഞങ്ങളുടെ ഇത് രക്ഷപ്പെട്ടതാ. പക്ഷെ നിനക്കിത് വിടാൻ ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യാ? നീ ഊഹിച്ചതും കണ്ടുപിടിച്ചൊക്കെ ശരി തന്നെയാ. ഇതൊരു വലിയ ബിസിനസ്സാ. പെറ്റഡിന്റെ മോർഫിന്റെ ഒക്കെ ആംപ്യൂൾസിന് നല്ല മാർക്കറ്റാ. ഇറ്റ്സ് എ ബിഗ് ചെയിൻ. നമ്മളിതിന്റെ അറ്റത്തുള്ള ചെറിയ കണ്ണികൾ മാത്രം. ഒരു തവണ ഇവൾ കൂടി ഒന്ന് കൊടുത്തു നോക്ക്. കാര്യങ്ങളൊക്കെ ഇവളും ഒന്ന് അറിയട്ടെ. ഈ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ടേ നേരിട്ടുള്ള ഇടപാടാ. ഇപ്പോഴത്തെ കോളേജ് പിള്ളേർക്കൊക്കെ ഇത് മതി. നീ കാരണം ഞങ്ങൾ എങ്ങാനും കുടുങ്ങിയ ഒരുപാട് പേരുടെ കാര്യം പോകുന്നത്. എന്തിനാ വെറുതെ? നീ എന്താടാ ഇവിടെ?
കേട്ടാടി? പുലരിയിൽ ഇളവയിൽ ചേരും പോലെ അരിയൊരാച്ചിരിയുമായി നീ എൻ ചാരേ മധുമുഖേ മനതാരിൻ ശലഭമായി ചിറകേകുന്നേ അരികിലായി ഇനി ആരോ മൂടും വരികളിൽ മിഴിവേകുന്നേ പുലരിയിൽ ഇളവയിൽ ചേരും പോലെ അരിയൊരാച്ചിരിയുമായി നീ എൻ ചാരേ മധുമുഖി മനതാരിൻ ശലഭമായി ചിറകേകുന്നേ അരികിലായി ഇനി ആരോ മൂടും വരികളിൽ കൊച്ചേ, ചാച്ചന്റെ ഈ ഒച്ചയും ബഹളവും കേട്ട് നീ ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എടി, പെണ്ണും പിടക്കോഴിയും ഇല്ലാത്ത എനിക്ക് നിങ്ങളൊക്കെ തന്നെയാ സ്വന്തം. ചാച്ചന്റെ കുടുംബം. ഞാൻ ദേഷ്യവും ബഹളവും കാണിച്ചിങ്ങനെ ഓടി നടക്കണമെന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടിയാ. എന്റെ മോളല്ലടി ഇത്. ചാച്ചനെ കൊണ്ട് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ മോളങ്ങ് ക്ഷമിക്കും. നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം നീ കെട്ടിയാ മതി, അതാരെയായാലും. അതോ നീ ചാടി പോവോ? അഴലോ അലിയാൻ ഏതോ ജന്മം മുന്നിലിണയായി നീ ഇളവേൽക്കേ അഴലോ അലിയാൻ ഏതോ ജന്മം മുന്നിലിണയായി നീ ഇളവേൽക്കേ ഇടവഴിയിൽ നിൻ കൂടെ ഇഴചേരാം നിലയാതെ പിരിയാതെ ഞാൻ കിളിവാതിൽ ചാരുന്നേ കളിവാക്കാൽ ചേരുന്നേ ഇനി എന്നും പ്രിയമോടെ മണിമുകിലോരം മിന്നും പൊന്നേ ഒരു ചെറുതാവും ചാഞ്ഞിടുന്നേ Camera roll. Rolling, sir. Action. സംഗാണേ അംഗം വേണ്ടേ കിള്ളാൻ വന്ന നെഞ്ചിൽ പണിയാണേ മാസാണേ മച്ചാനാണേ മുന്നിൽ നിന്നാൽ വേറെ ലെവലാണേ സിലുകിലുകാലേ
സിലിക്കിൽ കാല് 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 സിലിക്കിൽ കാല് സിലിക്കിൽ കാല് സിലിക്കിൽ കാല് 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 സിലിക്കാല് സിലോട്ടിയാവേ സിലോട്ടിയാവേ കുതിച്ചിട്ട് പറന്നടിക്കണ സിലോട്ടിയാവേ 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 പടച്ചു പോയാല സിലോട്ടിയാവേ കിടാവേ മോനെ നിന്നെ തന്നെ ഉടക്കി വന്നാൽ പരിപ്പെടുക്കും പള്ളെ തന്നെ ആ മുട്ടാൻ വന്നാലും കൊട്ടേഷൻ പോലും തട്ടി കെട്ടിട്ട് കോട്ടയക്കോ അക്കൊയ്യാൻ വന്നാലും കയ്യു കാണലും കൈയും കെട്ടിച്ചു മനക്കൂല വർക്കി 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 ചങ്കാണേ അംഗം വേണ്ടേ കിള്ളാൻ വന്നാൽ നെഞ്ചിൽ പണിയാണേ മാസാണേ മച്ചാനാണേ മുന്നിൽ നിന്നാൽ വേറെ ലെവലാണേ സിലിക്കിൽ കാല് സിലിക്കിൽ കാല് സിലിക്കിൽ കാല് 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 സിലിക്കിൽ കാല് സിലിക്കിൽ കാല് സിലിക്കിൽ കാല് 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 Ligale Worky, worky, worky Worky, worky, worky Worky, worky, worky Worky, worky, worky Warsigal